ಅಸ್ಲಾಂ ವಲೈಕುಮ್ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಮೈ ಚಾನಲ್. ಇನ್ನು ನಾನು ನಿങ്ങളുടെ ಇಫ್ತಾರ್ ಸ್ನ್ಯಾಕ್ ಆಯಿತು ಜಂಟ್ ರೆಸಿಪಿ ಶೇರ್ ಹಾಕಿಂಟಿಲ್ಲ. ಅದೇ ತಿಕ್ಕರು ಒಂದು ಸಮೋಸ ಶೀಟ್ ಬೆಚ್ಚಿತ್ತು ನಂಗೆ ಹಾಕಿತ್ತು ಈಸಿ ಆಯ್ತು ಹಾಕಿತ್ತು ಎಡ್ಕೊಂಡ್ಪೋಲ್ದವರು ಕ್ರಿಸ್ಪಿ ಆಯ್ತುಲ್ಲವರು ಎಗ್ ಪಫ್ ಆಯ್ತಿಕ್ರು. ಅದು ಪಿನ್ನ ಸೆಕೆಂಡ್ ಒನ್ ಆಯ್ತಿಕ್ರು ನಂಗೆ ಪೆರಿ ಪೆರಿ ರ್ಯಾಪ್. അപ്പോൾ ഇത് ചാനൽ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ആക്കിയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ആക്കണം നാங்கள் നോക്കിയിട്ട് വരാം. ಫಸ್ಟ್ ಕೊರು ಪ್ಯಾನ್ ಇಡ್ಕೊರು ಪ್ಯಾನ್ಗೆ ನಿಂಗತ್ತೆಲ್ಲ ಗೀ ಎಲ್ಲ ಆಯಿಲ್ ಏದೇಗ ಒಂದು ಬಿತ್ತಿತ್ತು ಕೊಡ್ಕ ಬಟರ್ ಬೇನೆ ಬಟರ್ ಮಾಡಾಕಿತ್ತು ಕೊಡ್ಕ അപ്പോൾ ನಾನೊರು 3 ಸ್ಪೂನ್ ಹತ್ರ ಆಯಿಲ್ ಇಟ್ಟು ಕೊಡ್ತುಂಟುಲ್ಲ ಏದೇ ರಿಫೈನ್ಡ್ ಆಯಿಲು ಅವರು അപ്പോൾ ഇതിനൊക്കെ ജസ്റ്റ് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുത്താൽ പിന്നെ ഒരത്തേൽ കറിരെല്ലാം ഇട്ടിട്ട് കൊടുക്കണം കറിരെല്ലാം ഒരത്തേൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പിന്നെ നല്ല ഒരത്തേൽ സ്മെൽ ಬರೋಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಆಗುമ്പോഴത്തേಗೂ ಇದಕ್ಕೆ ನಂಗೆ ಇನಿ ನೀರುಳ್ಳಿ ಬೆಚ್ಚಿತ್ತು ಇಟ್ಟು ಕೊಡ್ಕ അപ്പോൾ ನೀರುಳ್ಳಿ ನಾನಿದು ഒരു ಜಂಡರ ನೀರುಳ್ಳಿ ಇಟ್ಟರೆ ಬೆಲೆಯೋ ഒരു ಮೀಡಿಯಮ್ ಸೈಜ್ರ ഒരു ಜಂಡರ ನೀರುಳ್ಳಿ ಇಟ್ಟಿದ್ದು ಕೊಡ್ತು ഇങ്ങനെ ബാഡ്പാട്ടി തരുത്തുണ്ടില്ല. അപ്പോൾ ബാഡ്പാട്ടി തുറത്തിൽ കളർ തെല്ല് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ തെല്ല് ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ഇഞ്ചി ಬೆಳ್ಳುಳ್ಳಿ പേസ്റ്റ് ആഡ് ആക്കിയിട്ട് കൊടുക്കോರು ഇഞ്ചി ಬೆಳ್ಳುಳ್ಳಿ ಆ್ಯಡ್ ಆಕಿದ್ದು ಕೊಡ್ತಲ್ പിന്നെ ഒരു ചെറിയൊരു മിക്സ് ആക്കിയിട്ട് കൊടുക്കോರು അപ്പോൾ നല്ല ഒരത്തിൽ ഫ്രൈ ആയിട്ട് നല്ലൊരു സ്മെൽ ಬರೋಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಆಗುತ್ತಲ್ಲ. ಇದಕ್ಕೆ ನಿಂಗೆ ಎಕ್ಸ್ಟ್ರಾ ಮಸಾಲೆ ಎಂದು ಬೇನುಂಟಿಲ್ಲ ನಿಂಗೆ ಅದೇ ಟೇಸ್ಟ್ ಅದೇ ಅಯ್ಯಂಗಾರ್ ಬೇಕರ್ ಟೇಸ್ಟ್ಲು ನಿಂಗೆ ಅವ್ರ ಪಫ್ ರೆಡಿ ಇತ್ತು ಬಂಡು ಎನಿ ಪೂಂಡಲ್ಲಿ ಒಟ್ಟಲ್ಲಿ ಕಾಯಿಮೂಲ ಪೇಸ್ಟ್ ಆಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತುಂಟುಲ್ಲ ಇದನ್ನ ಕ್ಯೂಬ್ಸ್ ಹಾಕಿ ಬೆಚ್ಚಿದ್ದೆ ಕಾಯಿಮೂಲವು പിന്നെ ഒന്ന് ಮ್ಯಾಗಿ ಕ್ಯೂಬ್ ಆಯ್ತಿಕ್ರು ಮ್ಯಾಗಿ ಕ್ಯೂಬ್ ಇದು ಅವತ್ತಲೇ ಹಾಕಿ ಜಂಡು ಹೋಮ್ ಮೇಡ್ ಹಾಕಿ വെച്ചത് പേസ്റ്റിൻ്റെ നന്നിട്ടിಗೆ ಅದ್ರ ಮ್ಯಾಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತುಂಟುಲ್ಲ. അപ്പോൾ നിങ്ങളുടെ ಮ್ಯಾಗಿ ಕ್ಯೂಬ್ಸ್ ಎಂದು ಇಲ್ಲ ಟೈಂಗ್ ನಿಂಗೆ ಎಕ್ಸ್ಟ್ರಾ ಇತ್ತು ಗರಂ ಮಸಾಲ ಪೌಡರ್ പിന്നെ ಅವ್ರದ್ದೆಲ್ಲ ಕೊತ್ತಂಬರಿ ಪೌಡರ್ ಜೀರಾ ಪೌಡರ್ അങ്ങനത്തെಲ್ಲ ഇട്ടിട്ട് കൊടുക്കാം നിങ്ങൾക്ക്. ബട്ട് ഞാനിതെല്ലാം ക്യൂബ്സൊക്കെ ഇട്ട് കൊടുത്ത സമയം ಬೇರೆ ಮಸಾಲೆ ഒന്നും ಆ್ಯಡ್ ಹಾಕೋ പോണില്ല. അതിൽ പിന്നെ ನಾನು ಎಕ್ಸ್ಟ್ರಾ ಇದು ಆ್ಯಡ್ ಹಾಕಿയത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തിക്കറ് മുളക് പൊടി ഒരു ಸ್ಪೂನ್ ಫುಲ್ ಇಟ್ಟರೆ ನಾನು ಹಾಫ್ ಹತ್ರ മഞ്ഞൾ പൊടിയും ಇಟ್ಟು ಕೊಡ್ತಾರೆ. അപ്പോൾ ನಾನು ಜಂಡಿ ಮಸಾಲೆ ಆ್ಯಡ್ ಹಾಕಿರೋ ಬೇರೆ ಗರಂ ಮಸಾಲ ಚಿಕನ್ ಮಸಾಲೆ ಎಂದೂ ಆ್ಯಡ್ ಹಾಕಿ ಕೊಡ್ತಿದ್ದಿಲ್ಲ ಎಲ್ಲ ನಾನು ಕ್ಯೂಬ್ಸ್ಗೆ ಇಟ್ಟು ಕೊಡ್ತಾರೆ. അതിൽ പിന്നെ ನಾನು ഒരത്തെಲ್ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಇಟ್ಟಿತ್ತು ಉಪ್ಪು ಇಟ್ಟು ಕೊಡ್ತಿತ್ತು ಇದೆಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿ ತರ್ತುಂಟಿಲ್ಲ. ಉಪ್ಪು ನಾನು ತೆಲ್ಲು ಕೊರಡಿ ಇಟ್ಟರೆ ನಾನು ಕ್ಯೂಬ್ಸ್ಗೆ ಆಲ್ರೆಡಿ ಇಟ್ಟು ತಿನ್ನೆ ಉಪ್ಪು അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നു. ക്യൂബ്സിൻ്റെ റെസിപ്പി വേണുണ്ടെങ്കിൽ എൻ്റെ ചാനലിലുണ്ട് വേണേൽ പോയി തുറക്കാൻ നോക്കിയിട്ട് എടുക്കോറും. അതിൽ പിന്നെ നോക്കൊരു ഒരു 5 മുട്ടരണ ഇങ്ങനെ ജണ്ട് കണ്ടാക്കിയിട്ട് വെച്ചിര സൈഡിൽ അതിൽ പിന്നെ സമൂസ ഷീറ്റും എടുത്തിട്ട് റെഡിയാക്കോರು. അതിൽ പിന്നെ ഞങ്ങൾ ചപ്പാക്കിയിട്ട് വെച്ചോ റെഡിയാക്കി വെച്ച മസാല നിങ്ങൾ വെച്ചിട്ട് ಬಿಡೋರು. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ ಅರೇಂಜ್ ಹಾಕೋ ಸ್ಟಾರ್ಟ್ ಆಕ ಇದಕ್ಕೆ ഞങ്ങൾ ಮಸಾಲೆ ಇಟ್ಟಿದ್ದು ಕೊಡ್ಕೋಕು ಚೊಮ್ಮ ಈಸಿ ಐತಿಕ್ರು. അപ്പോൾ ಫಸ್ಟ್ ನಂಗೆ ಇದಕ್ಕೆ ಜಂಡು ಶೀಟ್ ಬೇನವರು അതിൽ പിന്നെ ഗമ്മും റെഡിയാക്കിയിട്ട് എടുക്കോರು മൈദ ഇട്ടിട്ട് മൈദം തണ്ണി ബീത്തിട്ട് ഒരു ചെറിയൊരു തിക്ക് പോലത്തെ ഒരു ഗം റെഡിയാക്കിയിട്ട് എടുക്കോರು നിങ്ങൾ. അതിൽ പിന്നെ ഇപ്പം ഞങ്ങൾ ഷീറ്റ് എടുക്കുക ഷീറ്റ് ജണ്ട് ಸೈಡ್ ಜಂಡು ಎಂತ ಬೇನವರು ಶೀಟ್ അപ്പോൾ ಒಂದರ ಮೇಲೆ ಒಂದು ಬೆಚ್ಚಿ ಕೊಡ್ಕೊ ಫಸ್ಟ್ಗೆ ಅವರು ಶೀಟ್ಗೆ ಗಮ್ ಇಟ್ಟು ಕೊಡ್ಕೋರು അതിൽ പിന്നെ ಇನ್ನೊಂದರಿಗೇನೆ ಬೆಚ್ಚಿತ್ತು ಅವ್ರು ಪ್ಲಸ್ ಸೈಡ್ ಅವರು ഷേപ്പിലൊന്ന് ആക്കിയിട്ട് കൊടുക്കും. അതിൽ പിന്നെ മുട്ടേരെ റെഡിയാക്കി വെച്ചാൽ പിന്നെ മേലെ വെച്ച് കൊടുത്താൽ പിന്നെ ഇങ്ങനെ എല്ലാ സൈഡിലും നിങ്ങൾ ഗമ്മിട്ടിട്ട് കൊടുക്കോರು. അപ്പോൾ ഇത് നല്ല സെക്യൂർ ആയിട്ട് പണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ ഗമ്മിട്ട് കൊടുത്തെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ സൈഡ് ബൈൻഡ് ആക്കിയിട്ട് ಗಟ್ಟಿ ಪ್ರೆಸ್ ಹಾಕಿದ್ದು ಕೊಡ್ತೇಂಗೆ ಉಂಡಲೆ നിങ്ങൾക്ക് എന്ത് ഓയിൽ എന്ത് ഉൾഗത്ത് പോവാത്ത പോലെ എക്സസ് ഓയിൽ എന്ത് പോണ്ടില്ല അത്ര ചെന്ന ഗമ്മ് ടൈറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല പഫ് ഒന്ന് റെഡി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇത് നല്ല ഫ്രൈ ആക്കി എടുക്കും. ഫ്രൈ ആക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പാനും എടുക്കാം ചെറിയ പാനും എടുക്കാം. ഷാലോ ഫ്രൈ ആക്കോ പോകണ്ട ഡീಪ್ ಫ್ರೈ ಆಕಿತೆ എടുക്കോರು. തെല്ല് എണ്ണ പീത്തിട്ട് നിങ്ങൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തേ നിങ്ങൾക്ക് അത് അത്ര ഒരു ടേസ്റ്റ് ಬಂದಿಲ್ಲ. പിന്നെ ചുമ ഡ്രൈ പല ಅವರು പിന്നെ നിങ്ങൾ ഓയിൽ ചുമ കൺസ്യൂം ആക്കുന്നത് കൊറോടി ആക്കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് എയർ ഫ്രയറിലും ആക്കിയിട്ട് എടുക്കോರು. അപ്പോൾ എയർ ഫ്രയർ റെസിപ്പിയും ನಾನು നിങ്ങളുടെ ഷെയർ ആക്കിയിട്ടുള്ള ഇതിൽ അപ്പോൾ നോക്കൊരു ഓയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ നോക്കൊരു നല്ല ക്രിസ്പി ആയിട്ട് പണ്ട് തിന്നുമ്പോൾ മാത്രം അയ്യങ്കാർ ബേക്കർ പഫ് പലേയും സെയിം ടേസ്റ്റ് ലിക്കർ. അപ്പോൾ ഇതേ തിക്കർ നിങ്ങൾക്ക് ഓയിൽ ഫ്രൈയിൽ ഇപ്പോൾ എയർ ഫ്രയറിൽ ബേക്ക് ചെയ്യാൻ 180 ഡിഗ്രിയിൽ ഫസ്റ്റ് 5 മിനിറ്റ്സ് കൊടുക്കാൻ നിങ്ങൾ ತೆಲ್ಲು ಪ್ರೀ ಹೀಟ್ ಆಗಬೇಕು. അതിൽ പിന്നെ ತೆಲ್ಲು മുട്ടരിങ്ങനെ ತೆಲ್ಲು ಮೇಲ್ಗೆ ഇങ്ങനെ ഒരസിത്ത് കൊടുക്കോರು ജണ്ട് സൈഡിലും ഒരസി കൊടുത്താൽ പിന്നെ നിങ്ങൾ എയർ ഫ്രയറിൽ അഗെയിൻ നിങ്ങൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് അത്ര ജണ്ട് ഒരു സൈഡിൽ 10 മിനിറ്റ്സ് പിന്നെ ഒരു സൈഡിൽ ഒരു 5 മിനിറ്റ്സ് അത്ര അങ്ങനെ ഒരു 15 മിനിറ്റ്സ് ഉൾഗത്തിൽ ഇത് ഫ്രൈ ആയിട്ട് പണ്ട്. അപ്പോൾ നമുക്കൊരു 15 ഇല്ലെങ്കിൽ ഒന്നൊന്നില്ലെങ്കിൽ ലീറ്റർ നിങ്ങൾ ഡിഫറൻസ് ഇല്ലെങ്കിൽ ತೆಲ್ ಬೇಗ ಮಾವು 8 ಮಿನಿಟ್ಸ್ಲಲ್ಲ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആക്കുന്നുണ്ടെങ്കിൽ ഒരത്തിൽ 8 മിനിറ്റ്സ് കൊടുക്കുക 10 മിനിറ്റ്സ് കൊടുക്കുക 15 മിനിറ്റ്സ് ഉൾഗത്തിൽ അവർക്ക് ട്രൈ ആക്കി എടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞിങ്ങ. അപ്പോൾ നോക്കിയാലേ നല്ല ഔത്ലി നിങ്ങൾക്ക് പഫ് ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. പഫ് പേസ്ട്രി ഇല്ലാണ്ടായെങ്കിലും നിങ്ങൾക്ക് സമോസ പേസ്ട്രീസ് വെച്ചിട്ടും നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കുക. നല്ലൊരു അടിപൊളി റെസിപ്പി ആയിത്തേക്ക് പഫ്റത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ലൈക്ക് ആയിട്ട് ഇരിക്കേ. അപ്പോൾ സെക്കൻഡ് വൺ റെസിപ്പി ನಾನು ನಿങ്ങളുടെ ಶೇರ್ ಹಾಕಿಂಟಿಲ್ಲ. ಸೆಕೆಂಡ್ ಒನ್ ಎಂದ್ರೆ ಚೆಂದಂಗೆ ಪೆರಿ ಪೆರಿ ರೋಲ್ ಹಾಕಿದ್ದು ರ್ಯಾಪ್ ಹಾಕಿ ತೆರ್ತುಂಟಿಲ್ಲ ನಾನು. ಅದಕ್ಕೆ ಏನಾಯ್ತು ನಾನು ಬೋನ್ಲೆಸ್ ಚಿಕನ್ ഇങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് കട്ടാക്കി തരുത്തേ. ഇനി പിന്നെ നിങ്ങൾക്ക് വലിയ പീസിലും നിങ്ങൾക്ക് മസാല ഇട്ട് കൊടുത്താൽ പിന്നെ കട്ടാക്കി എടുക്കുകയെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ബോൺലെസ് പീസിൽ ചെറിയ പീസ് കട്ടാക്കി തരുത്താൽ പിന്നെ മെയിൻ മാത്രം ഉപ്പ് ആഡ് ആക്കി കൊടുത്തേ. അതിൽ പിന്നെ ഒരു സോയ സോസും ഒരു സ്പൂൺ അത്ര ഇട്ടേ. അതിൽ പിന്നെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ അത്ര
ವಿನಿಗರು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಾರೆ ಏನಿಪ್ಪ ನಾನು ಪೆರಿ ಪೆರಿ ಮಸಾಲ ರೆಡಿ ಹಾಕಿತ್ತು ಬೆಚ್ಚಿತಿದ್ದೆ ಆ ರೆಸಿಪಿ ನಾನು ನಿങ്ങളുടെ ಆಲ್ರೆಡಿ ಶೇರ್ ಹಾಕಿರ ಬೇನೆಂಗೆ ನನ್ನ ಚಾನಲ್ ಉಂಡು ಅದ್ಲೋರ್ಕ ಬೇನೆಂಗೆ പോയി ಚೆಕ್ ಹಾಕಿನೋಕ ಇಲ್ಲಂಟ ಹೆಂಗೆ ಜನರು ರೆಸಿಪಿ ನಾನು ಕ್ಯೂಬ್ಸ್ ಪೆರಿ ಪೆರಿ ಮಸಾಲ ಆಯ್ತು ರೆಸಿಪಿ ನಾನು ಹಿಂಗೆ ഈ റെസിപ്പിയിൽ എൻഡിലിട്ടിട്ട് കൊടുക്കറേ അപ്പോൾ നോക്കൊരു ഇങ്ങനെ ജസ്റ്റ് ഒരു നല്ല മിക്സ് ആക്കി തെടുക്കോರು ಅಲ್ಲಿ പിന്നെ ഒരു ರೆಸ್ಟ್ ಕೊಡ್ಕೋಬೇಕೈತು 10 ಮಿನಿಟ್ಸ್ ಬೇಕರು പിന്നെ ನಾನು ಎಕ್ಸ್ಟ್ರಾ ಐತೆ ಪೆರಿ ಪೆರಿ പൗഡറും ആഡ് ആക്കിയിട്ട് കൊടുത്തറേ അപ്പോൾ പെരി പെരി പൗഡർ നിങ്ങൾ ഇല്ലണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് ചില്ലി പൗഡറും പിന്നെ ഒരത്തിൽ ഷുഗറും ആഡ് ആക്കിയിട്ട് കൊടുക്കുക അതിൽ പിന്നെ ഒരത്തിൽ ഹണി ആഡ് ആക്കിയിട്ട് കൊടുക്കോರು ഷുഗർ ഇല്ലണ്ടെങ്കിൽ ഹണി ആഡ് ആക്കോರು ಬ್ಯಾಂಡ್ ഹണി ഇല്ലണ്ടെങ്കിൽ ഷുഗർ ആഡ് ആക്കി കൊടുക്കുക അതിൽ ചെണ്ടിൽ ഏതും നിങ്ങൾക്ക് ആഡ് ആക്കിയിട്ട് കൊടുക്കുക അപ്പോൾ പെരി പെരി മസാല അങ്ങനെ മേക്കറ് ഉപ്പും തെല്ല് മധുര തെല്ല് പല ഇക്കറ് ಟ್ಯಾಂಗಿ ಪಲ ಇತ್ತು അപ്പോൾ നോക്കൊരു നെക്സ്റ്റ് ನಾನು ಬಟರ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತುಂಟು ಇದಕ್ಕೆ ಬಟರೇ ಮಸ್ಟ್ എന്താ വെച്ചാൽ ಬಟರ್ ಇല്ലെങ്കിൽ ಗೀ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕ ನಿಂಗೆ ಆಯಿಲ್ ರಂಟಿ ಹತ್ರ ಅವರು ಟೇಸ್ಟ್ ಬಂದಿಲ್ಲ ಇದ್ರಂಟೆ ಬಾರಿ ഒരു ടേസ്റ്റ് ಬಂದು ನಿಂಗೆ ಬಟರ್ ಇല്ലെങ്കിൽ ಗೀ ಆ್ಯಡ್ ಹಾಕಿ ഇനിയിപ്പോൾ ನಾನು ചെറിയ പീസാക്കി കട്ടാക്കി വെച്ചു വെല്ലുള്ളി ഇട്ടിട്ട് ഒരു തെല്ല് ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ನಾನು ಚಿಕನ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತುಂಟಿಲ್ಲ അപ്പോൾ ಚಿಕನ್ ഒരു 15 to 10 minutes ಆದರೆ ಮ್ಯಾರಿನೇಷನ್ ಹಾಕಿ ಮೈ ಅವರು ಇಲ್ಲೇ ಮ್ಯಾರಿನೇಷನ್ ಕೊಡ್ತಿರ್ಲಿಂಗ ಅವರು ಇಲ್ಲೇ ನಿಂಗೆ ಫ್ರೈ ಆಯ್ತು ಬಂಡನಲ್ಲೋ അപ്പോൾ നിങ്ങൾക്ക് ಬೇನಿಂಗೆ ഒരു തെല്ല് തണ്ണി ആഡ് ആക്കിയിട്ടും നിങ്ങൾക്ക് മുച്ചി വെച്ചിട്ട് നിങ്ങൾക്ക് ചിക്കൻ്റെ ಬೇಪಾಟಿದ್ದು എടുക്കാം ഇല്ലണ്ടെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ ಡ್ರೈ പോലെ ആക്കിയിട്ടും എടുക്കാം അപ്പോൾ ಡ್ರೈ ರಂಟಿ ತೆಲ್ಲಿങ്ങനെ സോസി പോലെ ആയിത്തിന്നെങ്കിൽ നിങ്ങൾക്ക് തിന്നുമ്പോൾ ടേസ്റ്റ് ആയിട്ട് ಬಂದು അപ്പോൾ നോക്കൊരു ನಾನು ತೆಲ್ಲು തണ്ണി എന്ത് ബീത്താണ്ട് ഇದ್ರ ഇങ്ങനെ ಬೇಪಾಟಿ ತರ್ತಾರೆ ಚಿಕನ್ಲಿ ಆಲ್ರೆಡಿ ತಣ್ಣಿ ಬಿಡ್ರಲ್ಲೇ അങ്ങനെ ಇತ್ತು പിന്നെ നിങ്ങൾക്ക് ಬೇನೆಂಗೆ ഒരു തെല്ല് ഒരു 2-3 സ്പൂൺ ಹತ್ರ ಬೇನೆಂಗೆ ഒരു തെല്ല് തണ്ണി ആഡ് ആക്കിയിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ചിക്കൻ വെന്തത് കറക്റ്റ് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും ക്യാപ്സിക്കം ഇങ്ങനെ ഉദ്ದ പീസ് ആക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കോರು അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് 1 minute മാത്രം ഫ്രൈ ആക്കിയിട്ട് എടുക്കുള്ളൂ ക്യാപ്സിക്കമും അതേപോലെ ഓണിയൻ ആഡ് ആക്കിയിട്ട് കൊടുത്തോണ്ടില്ല ഓണിയനും അതേപോലെ പൂര സ്ലൈസ് ആക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് എടുക്കും മിക്സ് അപ്പോൾ നോക്കൊരു ಜನರು ಒಟ್ಟಿಗೆ 1 minute ಹತ್ರ ಫ್ರೈ ಆಗಿತ್ತು ಇರ್ತೆಂಗೆ ಮೈಯವರು ಚೊಮ್ಮೆ ಫ್ರೈ ಹಾಕೋನುಂಟಿಲ್ಲ ഇങ്ങനെ ക്രഞ്ച് പോലെ കിട്ടുന്നു അതൊക്കെ ഇത് പിന്നെ അത്ര ഫ്രൈ ആക്കി മയോರು ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് അസെമ്പിൾ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഫസ്റ്റ് ഞാൻ ಇದಕ್ಕೆ ചീസ് സ്ലൈസ് എടുത്തുകൊണ്ടില്ല ഈ ചീസ് സ്ലൈസ് ഇന്നെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് പണ്ട് ഇല്ലെങ്കിൽ എനിക്ക് മോസറല്ല ചീസും എടുക്കാം ഇപ്പോൾ ഫസ്റ്റ് ഇതൊരു ടോട്ടില റെഡിയാക്കിയിട്ട് വെച്ചിരുന്നാണ് ടോട്ടില ആക്കും സിമ്പിൾ ഉണ്ട് ഫസ്റ്റ് നിങ്ങൾ ഒരു കപ്പ് മൈദത്തിക്ക് ഒരു കപ്പ് പാലപ്പൊടി ഇട്ട് കൊടുക്കോರು പാതി കപ്പ് അത്ര കോൺഫ്ലവറും ഇട്ട് കൊടുക്കോರು അതിൽ പിന്നെ ഉപ്പും തെല്ല് ഗീ ഇല്ലെങ്കിൽ ഓയിൽ ബീത്തിട്ട് അതിലൊരു നല്ലൊരു ചപ്പാത്തിരി പിറ്റര പോലെ അങ്ങനെ ആക്കിയിട്ട് എടുത്ത് കൊടുത്തേക്ക് പിന്നെ ഒരത്തിൽ ബേക്കിംഗ് പൗഡറും ഇട്ടൊരു സോഫ്റ്റ്നെസ് പിന്നെ ഇട്ട് അതത്ര ഇട്ട് കൊടുത്തേ നിങ്ങൾക്ക് നല്ല ടോട്ടില റെഡി ആയിട്ട് പണ്ട് അതിൽ പിന്നെ മയണൈസും ഇട്ടുകൊണ്ടില്ല മയണൈസ് ഇത് മിൽക്കിലാക്കിയത് ഓയിലും ബീത്തൊക്കെ അങ്ങനെ മിൽക്കിലാക്കിയത് വേണമെങ്കിൽ ಅದರ ರೆಸಿಪಿ ನಾನು ಶೇರ್ ಹಾಕಿರೆ ಆಲ್ರೆಡಿ ಸಾಸ್ ರೆಸಿಪಿಲಿ നിങ്ങൾക്ക് പെരി പെരി സോസും പിന്നെ പാലോ മയണൈസ് അതെല്ലാം വേണമെങ്കിൽ അതിൽ റെസിപ്പി ഞാൻ ഷെയർ ആക്കിരെ പിന്നെ നോക്കൊരു മേൽക്ക് ഒരു തെല്ല് കട്ടാക്കി വെച്ചു സ്ലൈസ് നല്ല സപ്പൂറാക്കിയിട്ട് കട്ടാക്കിയിട്ട് വെച്ചു ഓണിയൻ ഇട്ട് കൊടുത്തിട്ടില്ല അതേപോലെ ഒരു തെല്ല് ക്യാബേജും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്താൽ പിന്നെ മേൽക്ക് ഞാൻ ചീസ് സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഷ്രെഡഡ് ചീസും ഇട്ട് കൊടുക്കുക മോസറല്ല ചീസ് ചെഡാർ ചീസ് ഇല്ല ഏത് ಬೇನೆಂಗೆ ഇട്ടിട്ട് കൊടുക്കുക ചീസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് പനീർ ಬೇನೆയും പനീറും ഇട്ടിട്ട് കൊടുക്കുക ಇದಕ್ಕೆ ചിക്കൻ്റെ ബദൽക്ക് അപ്പോൾ നോക്കൊരു ഇങ്ങനെ റോൾ പോലെ നിങ്ങളൊന്ന് ഇതിലിങ്ങനെ മടക്കിയിട്ട് ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കണം ഇത് ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കുമ്പോൾ ഒടുത്തെല്ലാം ജാഗ്രത ആക്കിയിട്ട് കൊടുക്കണം എല്ലാ സൈഡ് ഇങ്ങനെ കവർ ആക്കിയിട്ട് എടുക്കുമ്പോൾ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഫ്രൈ ആക്കുമ്പോൾ മസാല പുറത്ത് പണ്ട് ചാൻസസ് ഇരിക്കും അപ്പോൾ ഇങ്ങനെ മൈനസ് ഇട്ട് കൊടുത്ത സബ്രുണ്ടല്ലേ കീഴത്തെ സൈഡാണ് ഇങ്ങനെ പത്തി പിടിക്കുകയോ ഒട്ടിಗೆ നിങ്ങൾക്ക് ಹೆಲ್ಪ್ ആക്കിയിട്ട് കിട്ടും മൈനസ് ഫുൾ ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് കൊടുത്തെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു റോൾ ഇങ്ങനെ നിങ്ങൾക്ക് മടക്കിയിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രൈ ആക്കുമ്പോൾ ടോട്ടില ഫ്രൈ ആക്കിയിട്ട് എടുക്കാറുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇത്രമേ ഫ്രൈ ആക്കിയ മയ്യോರು ಯಾರು ಫ್ರೈ ಆಕಿತ್ತು ಎಡ್ಕೋತೀರ ಈ ಚಪಾತಿ ಉಂಡಲೆ നല്ല ചപ്പാത്തി പോലെ ആക്കിയിട്ട് എടുക്കത്തില്ല ജസ്റ്റ് രണ്ട് സൈഡും ഒരു സെക്കൻഡ് ಹತ್ರ നിങ്ങൾ ഫ്രೈ ആക്കിയിട്ട് എടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് മടക്കിയിട്ട് എടുക്കുക ಅವರು ചുമ്മാ ಯಾರು ಫ್ರೈ ಆಕಿತ್ತು എടുത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ മടക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് കഷ്ടം ಅವರು പിന്നെ ತೆಲ್ಪಾಕಿತ್ತು ಇದಾಕಿತ್ತು ಫ್ರೈ ಆಕಿತ್ತು എടുക്കും ചപ്പാത്തിರೋ ചുമ്മാ ಗಟ್ಟಿ ಬೆಚ್ಚಂಗೆ നിങ്ങൾക്ക് മടക്കുമ്പോൾ പൊട്ടർ ചാൻസസ് ಸಿಕ್ಕರು അതിൽ പിന്നെ നോക്കൊരു ഇങ്ങനെ ഗീ ഒടിಸಿ കൊടുത്തിತ್ತು ഒരു കാവലി എടുത്തെങ്കിൽ ಬೆಸ್ಟ್ ಅನ್ಸಿಲ್ರೆ ಅಯನ್ ತವത്തിൽ ಭಾರಿ ഒരു ಟೇಸ್ಟ್ ಆಯ್ತು ಪಂಡು ಇಲ್ಲಂಟೆ ನಿങ്ങളിಗೆ ഗ്രിൽ പാനൽ ഇക്കറല്ലേ ഗ്രിൽ പാനിൽ ലൈൻസ് എല്ലാം ഇക്കറ് അപ്പോൾ അതിലും നിങ്ങൾക്ക് ഫ്രൈ ആക്കിയും ഭാരി ഒരു ചന്ത കണ്ട് അപ്പോൾ ഇങ്ങനെ ജനറലും ഇങ്ങനെ നല്ലൊരു കോട്ടിങ് ആയിട്ട് നല്ല ക്രിസ്പി പോലെ ആയിട്ട് ഫ്രൈ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ഇട്ടിങ് ഉണ്ടല്ലേ ഇങ്ങനെ ഒരു ക്രിസ്പിനെസ് പണ്ട് അപ്പോൾ ഇതായിട്ട് ഇക്കറ് ജണ്ട് ರೆಸಿಪಿ ನಾನು ನಿಮಗೆ ಈಸಿ ರೆಸಿಪಿ ಶೇರ್ ಆಕಿತ್ತು ಇರ್ತಾರೆ അപ്പോൾ ഇതൊക്കെ ട്രൈ ആക്കിയിട്ട് നോക്കൂ ഭാരി ഒരു ടേസ്റ്റി ആവും അതേപോലെ നിങ്ങൾക്ക് ഈ ജണ്ട് ರೆಸಿಪಿയും ലൈക്ക് ആയിരുന്നിരിക്കുക ലൈക്ക് ആയിരുന്നിട്ട് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ആക്കോ മറക്കണ്ട ಫ್ಯಾಮಿಲಿ ಫ್ರೆಂಡ್ಸ್ಗೆ ಎಲ್ಲರಿಗೂ ಶೇರ್ ಆಕಿತ್ತು ಕೊಡ್ಕೊರು ಅಂಟಿಲ್ ವಿ ಮೀಟ್ ನೆಕ್ಸ್ಟ್ ಟೈಮ್ ಟೇಕ್ ಕೇರ್ ಬೈ ಬೈ ಅಸ್ಲಾಂ ವಲೈಕುಮ್ ಅಲ್ಲಾ ಹಾಫೀಸ್